കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ വരാൻ പോലും ആകാതെ തുടർച്ചയായി രണ്ടാം തവണയും പ്രതിപക്ഷത്ത് തുടരേണ്ട ഗതിയായിരുന്നു കോൺഗ്രസിന്. ഒന്നാം പിണറായി സർക്കാരിന്റെ കോവിഡിന്റെ മറപറ്റിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടി അതിനെ കോൺഗ്രസ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ പടലപിണക്കങ്ങളും അന്നത്തെ പ്രതിപക്ഷ നേതൃത്വത്തിന് പിന്തുണ നൽകാതിരുന്നതും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് വസ്തുത. തുടർച്ചയായി വീണ്ടും കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് എത്തിയതോടെ നേതൃസ്ഥാനങ്ങളിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമാവുകയും അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായത് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള K സുധാകരന്റെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള VD സതീശന്റെയും കടന്നുവരവായിരുന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന കോൺഗ്രസിനുള്ളിലെ സകലമാന ഗ്രൂപ്പ് സമവാക്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു പുതിയ നേതൃത്വം ഒരേ സമയം പ്രതിപക്ഷത്തിനും KPCCക്കും ഉണ്ടായത്. പരമ്പരാഗത ഗ്രൂപ്പ് മാനേജർമാർക്ക് പുതിയ നേതൃത്വത്തിന്റെ സൂര്യോദയത്തിൽ ഇഷ്ടക്കേടുണ്ടായിരുന്നുവെങ്കിലും പ്രവർത്തകർ വ്യാപകമായി നേതൃമാറ്റത്തെ ഏറ്റെടുത്തതോടെ അവർക്കും അത് ഉൾക്കൊള്ളേണ്ടതായി വന്നു. തുടക്കകാലത്ത് പ്രതിപക്ഷവും പാർട്ടിയും ഒറ്റക്കെട്ടായി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് ഏവരും കണ്ടത്. തങ്ങൾക്ക് നേരെ ഉയർന്നു വന്ന എല്ലാ വിഭാഗീയ സ്വരങ്ങളെയും സുധാകരനും സതീശനും ഒരുമിച്ചെതിർക്കുന്ന മനോഹരമായ കാഴ്ച കേരള ജനത കണ്ടു. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊന്നും പതിവുള്ള കാര്യവുമല്ല. കാലം കടന്നുപോയപ്പോൾ പഴയ ഗതിയിലേക്ക് തന്നെ കോൺഗ്രസ് വീണുപോയ അവസ്ഥയാണ് പിന്നീട് കണ്ടത്. പൊടുന്നനെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന സുധാകരൻ പല ഘട്ടങ്ങളിലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി. ചിലപ്പോഴൊക്കെ ആകട്ടെ സതീശന് സുധാകരനെ തള്ളിപ്പറയേണ്ടതായി വന്നു. സുധാകരനേക്കാൾ വലിയ KPCC പ്രസിഡന്റ് ചമയുവാൻ സതീശനും ഇടക്കാലത്ത് ശ്രമിച്ചു എന്നത് സത്യം തന്നെ. കഴിഞ്ഞ KPCC യോഗത്തിലും ഉയർന്നു വന്ന അഭിപ്രായം അതുതന്നെയാണല്ലോ. മാധ്യമങ്ങൾക്ക് മുൻപിൽ തങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന സുധാകരനും സതീശനും ഒട്ടും സ്വരച്ചേർച്ചയിലല്ലെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം കോട്ടയം DCCയിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടയിൽ സുധാകരൻ സതീശനെ വിളിച്ച പദം നാം മറന്നു കാണില്ല. പിന്നീട് അങ്ങോട്ട് സതീശനും സുധാകരനും പലതവണ കൊമ്പ് കോർക്കുന്നത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് തന്നെ തലവേദനയായി മാറുകയായിരുന്നു. ഒരു ഘട്ടത്തിലാകട്ടെ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് രണ്ടുപേരെയും ഒരു മേശയുടെ ഇരുവശവും ഇരുത്തി കാര്യങ്ങൾ സൗമ്യതയിൽ എത്തിക്കേണ്ടതായി പോലും വന്നു. ഞാനാണ് കേമനെന്നും എൻ്റെ നേതൃമികവാണ് പാർട്ടിയെയും പ്രതിപക്ഷത്തെയും മുന്നിൽ കൊണ്ടുവരുന്നതുമെന്നുള്ള തലക്കനമാണ് ഇരു നേതാക്കളിലും ഇന്ന് പ്രകടമാകുന്നത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നിരന്തരം പ്രസ്താവനകളുമായി മാധ്യമങ്ങളിൽ ഇടം പിടിക്കുമ്പോഴും സംസ്ഥാനത്ത് താഴെത്തട്ടിൽ കോൺഗ്രസ് ഇപ്പോഴും ശിഥിലമാണ്. DCCക്ക് താഴെ ബൂത്ത് കമ്മിറ്റികൾക്ക് മുകളിൽ കേരളത്തിലെ കോൺഗ്രസ് ചലനമറ്റ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. KPCC പ്രസിഡന്റായി K സുധാകരൻ സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യം പറഞ്ഞ ഒരു കാര്യമായിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കും എന്നത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പറഞ്ഞെടുത്ത് തന്നെ അവശേഷിക്കുകയാണ്. സംഭവം ഒരു തല്ലിപ്പൊളി സെറ്റപ്പിലാണ് പോകുന്നതെങ്കിലും മോദി പിണറായി സർക്കാരുകൾക്കെതിരെയുള്ള ജനരോഷം സുധാകരനും സതീശനും പല ഘട്ടങ്ങളിലും ഗുണമായി എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നടന്നത് വിഭിന്നമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18ഇടത്തും UDF വിജയിച്ചു. 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15ഇടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. തൃശൂരിൽ മുരളീധരനും ആലത്തൂരിൽ രമ്യയും പരാജയപ്പെട്ടത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരാജയമായി കണക്കുകൂട്ടാനും കഴിയുന്നതല്ല. സുരേഷ് ഗോപിക്കുള്ള സ്വീകാര്യതയും രാധാകൃഷ്ണനുള്ള ജനകീയതയും ഇരു മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 മണ്ഡലങ്ങളിലും പരാജയപ്പെട്ട CPMനും BJPക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് 18 ഇടങ്ങളിലും വിജയിച്ച കോൺഗ്രസിൽ ഉണ്ടായത്. ഇപ്പോഴും അത് അവസാനിച്ചിട്ടുമില്ല. പരസ്പരം ചെളിവാരി എറിഞ്ഞുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇപ്പോഴും തുടരുന്നു. പല ജില്ലകളിലും DCC പ്രസിഡന്റുമാരുടെ കാര്യവും പരുങ്ങലിലാണ്. പ്രത്യേകിച്ച് പാലക്കാടും തിരുവനന്തപുരത്തും DCC പ്രസിഡന്റുമാർ മാറിയേ തീരൂ എന്ന നിലപാടിലാണ്. തൃശൂരിലാകട്ടെ DCC പ്രസിഡന്റ് രാജിവെച്ച് ഒഴിയുകയും ചെയ്തു. രാജ്യത്താകമാനം കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും സംസ്ഥാനത്ത് സർക്കാരിനെതിരെ വലിയ വികാരം നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് ജനങ്ങൾക്കിടയിലുള്ള തങ്ങളുടെ സ്പേസ് തിരിച്ചറിയാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഭരണവിരുദ്ധ വികാരങ്ങൾ തങ്ങൾക്ക് എല്ലാ കാലവും അനുകൂലമാകുമെന്ന അന്ധമായ വിശ്വാസം കോൺഗ്രസ് വെച്ചു പുലർത്തരുത്. തമ്മിൽ തെല്ലും തർക്കവും ഈ നിലയിൽ തുടർന്നാൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ വെന്റിലേറ്ററിൽ തന്നെ തുടരുക തന്നെ.